എനിക്ക് ഭയങ്കരമായൊരു നന്ദി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്. ഈ ഒരു ഷോ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നു. അതുകൂടാണ്ട് പേഴ്സണലായിട്ട് കുറേ അമ്മമാരൊക്കെ എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കാൻ തുടങ്ങി. അപ്പോൾ വലിയൊരു നന്ദി പറയുന്നു. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വരദയാണ്. സ്വാഗതം ചെയ്യാം. വരദ, നമസ്കാരം. വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ. സുഖമായിട്ടിരിക്കണു. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പൊ അറ്റ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലും ഒരു ഷോ ആങ്കർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ പോലെ ഞാൻ വലിയ തിരക്കല്ല. പക്ഷെ നമ്മളൊരു സീരിയലിന്റെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഒരു സീരിയൽ ചെയ്തു തുടങ്ങിയ ഞാനാണ് അതിലത്തെ വില്ലെത്തി. അതാവുമ്പോ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ വേണമല്ലോ. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോ മാസത്തിൽ ഒരുവിധമുള്ള എല്ലാ ദിവസവും തിരുവനന്തപുരത്താണ് അവിടെ തന്നെയായിരിക്കും. അതർവൈസ് എനിക്ക് അത്ര വലിയ, ഞാൻ പൊതുവെ തിരക്കിൽ പെടാതിരിക്കാൻ ശ്രമിക്കുന്നു. എനിക്കറിയാം, അതാണ്. എന്നിട്ടും അതിന്റെ ഇടയിലാണ്. അതെ, അപ്പം ഷോ ആങ്കർ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് അത് ഈ സീരിയൽ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃത ടിവിക്ക് വേണ്ടിയിട്ട് ഒരു ഷോ കമ്പയർ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം കുട്ടീനെ മാനേജ് ചെയ്യലാണ്. എനിക്ക് ഒരാളുള്ളത്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജിയാൻ എന്നാണ് പേര്. അവനെ മാനേജ് ചെയ്യാനതാണല്ലോ നമ്മൾ സാധാരണ വർക്കിംഗ് അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതെന്റെ മമ്മിയും പപ്പയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ദിവസവും തിരുവനന്തപുരത്ത് ഷൂട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ മോന്റെ ഭക്ഷണം, അപ്പൊ അതൊക്കെ അച്ഛനും അമ്മയായിരിക്കും നോക്കുക. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ മോൻ എന്ന് പറയാം, അമ്മ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരും, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ദൈവം സഹായിച്ച അങ്ങനെ ഒരു അവസ്ഥ അവന് വരുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആക്ച്വലി അത്രയ്ക്കും അങ്ങനെ അമ്മ ഉണ്ടാക്കി തരുന്നത്, എന്നെ മമ്മ എന്ന് വിളിക്കാം, മമ്മ ഉണ്ടാക്കി തരണതെന്ന് ചോദിക്കാനുള്ള അത്രയൊന്നും ആയിട്ടില്ല. എന്റെ മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യും. അവന് നോൺ വെജിനോടാ കൂടുതൽ പ്രിയം. അപ്പൊ എന്റെ മമ്മിയാണെങ്കിൽ നോൺ വെജ് നന്നായിട്ട് ഉണ്ടാക്കും. ഞാൻ കുക്കിങ്ങിന്റെ കാര്യത്തിൽ കഴിക്കാൻ നല്ല മിടിക്കുകയാണെങ്കിലും അതെ, പരിചയം ഉണ്ടല്ലോ. ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാക്കും എന്നല്ലാതെ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല. മമ്മി ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? മമ്മി വെജ് ഇച്ചിരി പ്രശ്നമാണ്, പക്ഷെ നോൺ വെജ് എല്ലാതും ഭയങ്കര ടേസ്റ്റ്. എനിക്ക് മമ്മിയുടെ ഒരു കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും ബീഫ് സ്റ്റൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതുപോലെ ഒരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമ്പഴ പുളിശ്ശേരി, പിന്നെ പോർക്കും കൂർക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പഞ്ഞം വരാറില്ല. അതുകൊണ്ട് കൊച്ചിനും അങ്ങനെ മമ്മ ഉണ്ടാക്കി തന്നില്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്താലായിരിക്കും ചിലപ്പോ പ്രശ്നം. വരദയ്ക്ക് അമ്മ ഈ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി തരുന്ന ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഒരു സിമിലർ ആയിട്ടൊരു ഡിഷാണ് ഇത്. ഏത്തപ്പഴവും ചക്കപ്പഴവും കൂടെ ചേർത്തിട്ട് ഈ തെക്കൻ കേരളത്തിലൊക്കെ ഒരു ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അത് ഇച്ചിരി സ്വീറ്റാണ്. ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ഏത്തപ്പഴം ചക്കപ്പഴം നെയ്ക്കകത്ത് ഒന്ന് വരട്ടി പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് അപ്പോട്ട് കഴിക്കാൻ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിഷിൻ്റെ പ്രത്യേകത ശരിക്കും ഏത്തപ്പഴമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് ചക്കപ്പഴോടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. ഇത് ചക്ക അധികം വിളഞ്ഞിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ പഴുപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇത്തിരി ഒന്ന് ഒരുപാട് പഴുത്തങ്ങ് പോകാതിരിക്കുന്നത്, കാരണം ഇത് നെയ്ക്കകത്ത് വരട്ടി എടുക്കുന്ന ആ പീസ് കിട്ടണം. എന്നിട്ട് ഇത് അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഇതിൻ്റെ കൂടെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് കഴിക്കുന്നതാണ്. ഇതിൻ്റെ പേര് ഏത്തപ്പഴം കൊതപ്പിച്ചതെന്നാണ്. ഓക്കെ, ആദ്യം പുതിയൊരു സംഭവമായിരുന്നു എനിക്ക്. ഇത് ബട്ടറിനകത്താണ് ചെയ്യുക. അപ്പോൾ ഇത് ബട്ടറിനകത്ത് ചെയ്യുമ്പം പ്രത്യേക ഒരു സ്വാദാണ്. സാധാരണ ഈ ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വരദയുടെ ഏറ്റവും ഈ പലതരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ലൊരു ഫുഡിയാണ്. കേരള ഭക്ഷണം ഇഷ്ടമാണ്. അതല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നുന്ന ഏത് തരം ഭക്ഷണം കഴിക്കാനാണ് വരദയ്ക്ക് താല്പര്യം? ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് അവിടുത്തെ ലോക്കൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പുറത്ത് പോയി കഴിഞ്ഞാലും ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ എന്തെങ്കിലും ഷോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ വിചാരിക്കും, നാട്ടിൽ നിന്ന് വന്നതല്ലേ, കപ്പയും മീൻകറിയും തന്ന അവസ്ഥ വരെ ഉണ്ട്. നമുക്ക് അവിടത്തെ ഫുഡ് കഴിക്കണം. അവർക്ക് ഇവിടത്തെ ഫുഡൊന്നും പറ്റണില്ല. ഇപ്പൊ ഈ അടുത്തുണ്ടായതാണ്, ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് UK പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്ത് കഴിച്ചത് പുട്ട്, കടല, കപ്പ, മീൻകറി. അവിടെ പോയി നല്ല അവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സും നല്ല സ്റ്റേക്ക് ഒക്കെ കഴിക്കാം, അല്ലെങ്കിൽ വല്ല സൂഷിയൊക്കെ വല്ല ജാപ്പാനീസ് ക്വിസിനൊക്കെ കഴിക്കാന്ന് പറയുമ്പോൾ അവിടെ പോകുമ്പോൾ നാട്ടിലെ അതേ സംഭവങ്ങൾ തന്നെ. എന്നിട്ട് അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് നാട്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബട്ടറിനകത്ത് ചക്കപ്പഴം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. അതേപോലെ ഏത്തപ്പഴം ഇതേപോലെ ഇതിനകത്ത് തന്നെ ഇടുകയാണ്. ഒരു സൈഡിലിട്ട് എങ്ങനെ UK ഇഷ്ടപ്പെട്ടോ പോയിട്ട്? സെക്കൻഡ് ടൈമാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു.
കാരണം ഞാൻ ചോദിക്കാൻ കാര്യം ഞാൻ ആ ഒരു രാജ്യക്കാരനാണ്. നമ്മൾ അവിടുത്തെ ഒരു പൗരനാണ്. ബ്രിട്ടനിലായിരുന്നു 16 വർഷം. അപ്പോൾ ആ ഒരു UK എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഒരു ഞാൻ അവിടെ 2005 ലണ്ടനിൽ ആദ്യമായിട്ട് അവിടുത്തെ ഒരു ലോകത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് വീരസ്വാമി എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി, വിൻസ്റ്റൺ ചർച്ചിൽ, ചാർലി ചാപ്ലിൻ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് 1927 ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വാതന്ത്ര്യത്തിനൊക്കെ എത്രയോ മുമ്പേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇംഗ്ലണ്ടിൽ പിക്കാഡ്ലി സർക്കസിൽ ഓപ്പൺ ആയി. അതൊരു സായിപ്പ് ഇവിടെ ഇന്ത്യയിൽ വന്നേ. അയാൾ കല്യാണം കഴിച്ചത് രാജസ്ഥാനിലുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ഡ്രൈവറുടെ പേരായിരുന്നു വീരസ്വാമി. അയാളൊക്കെ അപ്പോൾ ഇവിടുത്തെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുള്ളിക്ക് അവിടെ എനിക്ക് തോന്നുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ലോകത്ത് വെച്ചാൽ ഇന്ത്യക്ക് വെളിയിലുള്ളത്. അങ്ങനെ പുള്ളി അവിടെ പോയി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, വീരസ്വാമി എന്ന് പേരൊക്കെ ഇട്ടിട്ട്. അവിടെ ഇനി UK പോകുമ്പോൾ ലണ്ടനിൽ അവിടെ അപ്പൊ അവിടെ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്തത്. അപ്പൊ അത് ഭയങ്കര ഒരു രസമുള്ള. അപ്പൊ UK പെട്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ നാട് ഓർമ്മ. അതെ അതെ, ആ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്തതും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പയർ ചെയ്ത് നമ്മളെ ഒരു ലൈഫ് മാറത്തില്ല. ഒരാളുടെ കരിയർ മാറും, ലൈഫ് മാറും, ജീവിതത്തിന്റെ ഒത്തിരി വഴിത്തിരിവുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ വരെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതം മൊത്തം മറിഞ്ഞു. ഇത് കുറച്ച് നമ്മൾ ഒന്നുകൂടെ സോർട്ട് ചെയ്തിട്ട് വീണ്ടും ഒരല്പം ബട്ടറിനകത്ത് ഈ പഞ്ചസാര, ഇതൊക്കെ ഒരു ഷെഫിന്റെ രീതിയിൽ നമ്മൾ ഇച്ചിരി ഒന്ന് ഡെവലപ്പ് ചെയ്താണ്. ഇതൊന്നും സാധാരണ വീടുകളിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. വയറ്റി എടുത്തിട്ട് പാലൊഴിച്ച് സ്റ്റൂ ഉണ്ടാക്കുന്ന പോലെയാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആ ബട്ടറിനകത്ത് തന്നെ കുറച്ച് സൈഡിൽ ഷുഗർ കാരമലൈസ് ചെയ്യാം. അപ്പൊ ഒരു സൈഡിൽ കാരമലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു നിറം വേറെ രീതിയിലേക്ക് മാറും. ആവശ്യമുള്ള ഷുഗർ, ഇതിന്റെ ഒരു സ്മെല്ല് നമ്മുടെ അവിടെ ഈ ഓണത്തിനൊക്കെ പഴം ഇതുപോലെ ചക്കരക്കകത്ത് ഇട്ടിട്ട് വിളയിപ്പിച്ച് തരും. അതെ അതെ അതെ, ഇത് ഷുഗർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ മെൽറ്റ് ആയിട്ട് ഇതിനകത്ത് കാരമലൈസ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതിപ്പോൾ ഒരു സ്മെല്ല് വരുന്നില്ലേ? അതിനകത്ത് ലേശം ഏലക്ക പൊടിയും കൂടെ ഈ ബട്ടറിനകത്ത് ഇടുകയാണ്. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല, തേങ്ങാപ്പാലും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കും. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. അരിപ്പൊടിയുണ്ട്, അത് ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ വേണമെങ്കിൽ വീട്ടിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്ന സിമ്പിൾ 5 ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോ ചക്ക കിട്ടിയില്ല, ചക്ക സീസൺ അല്ല എന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം കേരളത്തിൽ എന്നും ലഭ്യം. നേന്ത്രപ്പഴം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി ആണ്. ചക്ക, മാമ്പഴം, ഏത്തപ്പഴം. അതെ, അപ്പൊ ഇത് ഏത്തപ്പഴമാണ്. ചെറിയ സാധാരണ പഴമാണെങ്കിൽ പെട്ടെന്ന് അതാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഈ നേന്ത്രപ്പഴം തന്നെയാണ് ബെസ്റ്റ്. ഇത് നന്നായിട്ട് വയറ്റിയെടുക്കുക. ചക്കയും കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ ഇച്ചിരി മാങ്ങയും ഉണ്ടെങ്കിൽ ചക്ക, മാങ്ങ, ഏത്തപ്പഴം മൂന്നും കൂടെ ഇട്ടാലും മാങ്ങയുടെ പഴുത്ത മാങ്ങയും കൂടെ കിട്ടി. നല്ല മൂവാണ്ടം മാമ്പഴമൊക്കെ, അതായത് അലിഞ്ഞു പോകുന്ന മാമ്പഴമല്ല, നല്ലൊരു കട്ടിയുള്ളൊരു ഫ്ലഷ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മൂവാണ്ടം മാമ്പഴവും ഈ ചക്കയും അതുപോലെ ഇത് മൂന്നും എന്തായാലും ചെയ്യാൻ പറ്റും. കാരണം സീസൺ ആവുകയാണല്ലോ ചക്കയും. അപ്പൊ ഇതേ ഷുഗറിനകത്ത് ഇത് അത്യാവശ്യം നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1-ാം പാലിനകത്ത് കുറച്ച് അരിപ്പൊടി, ലേശം അരിപ്പൊടി, ഇതിൻ്റെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ഇടുമ്പോഴാണ് അത് തിക്കായിട്ട് വരിക. അത് ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കൊതപ്പിച്ചെടുക്കാന്ന് പറയാ. കോട്ടയം ഭാഗത്തുള്ളതാ അത് അല്ലേ? കൊല്ലത്താണ്. കൊല്ലത്തെ ക്രിസ്മസിനൊക്കെ അവിടെയുള്ള വീടുകളിൽ ഇത് തീർച്ചയായിട്ടും രാവിലെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാക്കി വരും. അപ്പോൾ എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് ഞാൻ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ആകുമ്പോഴാണ് ഇത് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ആ ഒരു ചെറിയ സ്വീറ്റ്നെസ്സോട് കൂടി ഇത് കഴിക്കാന്നുള്ളത്. ഷെഫ് പറയുമ്പോൾ തന്നെ പാലൊഴിക്കുന്നു. ഇത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിട്ട് ആ അരിപ്പൊടിയൊക്കെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് തിക്കായിട്ട് വരും, കുറുകി വന്നിട്ട് ഇത് അപ്പം ഉണ്ടാക്കി ചൂടപ്പം ഇങ്ങനെ വെക്കുക. അതിനകത്തോട്ട് ഈ ചാറ് ഒഴിച്ചിട്ട്, അപ്പോൾ ഈ ചാറ് ഒന്ന് അപ്പത്തിനകത്ത് കുതിരും. തേങ്ങാപ്പാൽ തന്നെ ആണല്ലോ, തേങ്ങാപ്പാലും പഞ്ചസാര ഇടുമ്പോൾ തന്നെ ഒരു സ്വാദുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഏലക്കയുടെ ഒരു ഫ്ലേവർ, അതുപോലെ ബട്ടറിനകത്ത് വെണ്ണയ്ക്കകത്ത് ഇതിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകതരം ഫ്ലേവറാണ്. ഈ പഴത്തിന് പോലും ഒരു സ്വാദ് വേറെ ആയിരിക്കും. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കഴിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ നിന്ന് കഴിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള. അപ്പം അങ്ങനെ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് വരദയുടെ ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവും? ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ആൾക്കാരനെയും പാട്ടുകാരനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആരാധന. വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റുന്ന 2 ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഈ ഫുഡ് എവിടെ നിന്നൊക്കെ കഴിക്കുന്നു അതൊക്കെ എനിക്ക് മെമ്മറി എപ്പോഴും ഉണ്ടാവും. എപ്പോഴും സുഹൃത്തുക്കളോ ഫാമിലി ആയിട്ടായാലും. ഇപ്പം എൻ്റെ ഫേവറേറ്റ് എപ്പോഴും മമ്മി ഉണ്ടാക്കുന്ന ഫുഡ് ഓഫ് കോഴ്സ് ഫേവറേറ്റ് ആണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ്മ ഉണ്ട്, പുള്ളിക്കാരി പപ്പയുടെ മമ്മി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്. വെറുതെ ഒരു പരിപ്പ്
പരിപ്പ് കറി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് അത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉമ്മ ബിരിയാണി ഉണ്ടാക്കി ഒരിക്കൽ, കുറെ വർഷമായിട്ട്. ഏത് സ്ഥലത്തായിരുന്നു? തൃശ്ശൂര് പാവറട്ടി ആ ഒരു ഏരിയയിലുള്ള ഒരു ഫ്രണ്ടിന്റെ ഉമ്മ, മുസ്ലിം ഫാമിലിയാണ്. അവിടെ നിന്ന് ഒരു ബിരിയാണി, ഫിഷ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ ടേസ്റ്റിൽ ഞാൻ എവിടെന്നും ഫിഷ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ട്രൈ ചെയ്തു, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ട്രൈ ചെയ്തിട്ടില്ല. ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ആ ടേസ്റ്റ് അന്വേഷിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ചില ടേസ്റ്റ് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുമല്ലോ, ആ ടേസ്റ്റിലുള്ള ഫിഷ് ബിരിയാണി ഞാൻ പിന്നെ എവിടെന്നും കഴിച്ചിട്ടില്ല. അത് മറക്കാത്തൊരു. പക്ഷെ അതിന് എനിക്കൊരു കഥ പറയാനുള്ളത്, ഇതേപോലെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തും വന്ന് പറഞ്ഞിട്ട്, ചേട്ടാ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ചിക്കൻ കറി കഴിച്ചു, അസാധ്യമായ രുചി, അത് പിന്നെ എനിക്ക് ഒരിടത്തും കിട്ടിയിട്ടില്ല, അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റ്, അത് എങ്ങനെ ഞാൻ പല റെസ്റ്റോറൻറ്റിൽ പോയി നോക്കി, അത് ഭയങ്കര എനിക്ക് ആ ടേസ്റ്റുള്ള ചിക്കൻ കറി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം ഞാൻ ഇത് ഒരാളിപ്പോൾ നിങ്ങളിത് പറഞ്ഞു, വേറെ ഓരോരുത്തർ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അത് ആ ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റ് മാത്രമല്ല, ചിലപ്പോൾ ആ ഉമ്മ ഉണ്ടാക്കി തന്ന അന്നത്തെ മൊമെന്റിൽ നിങ്ങളുടെ ബ്രെയിനകത്ത് തന്നേക്കുന്ന നമ്മളെ ഒരു ഭയങ്കര കംഫർട്ടാക്കി, നമ്മളെ കുറേ കൂടെ പാമ്പർ ചെയ്ത്, നമ്മളെ സ്നേഹിച്ച്, നമ്മുടെ കൂടെ ഇരുന്ന ഫ്രണ്ട്സൊക്കെ ചിരിച്ച് മറിച്ച് ആ ഒരു മൊമെന്റിൽ ഇനി ആ ബിരിയാണി മോശമാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് വരും. അതിന് ആ ബിരിയാണി എനിക്ക് വലിയ നോർമൽ ബിരിയാണി ആയിരിക്കാം ചിലപ്പോൾ, ഒരുപക്ഷെ അത് സാധാരണ അതിലും നല്ല ബിരിയാണി നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാവും. ബട്ട് നോട്ട് ഇൻ ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇത്രയും മെമ്മറബിൾ ആക്കുന്നത് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ആർക്ക് എന്ത് ഭക്ഷണം എവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അതിനെ ഏറ്റവും ഒരു ഹാപ്പി മൊമെന്റിലാക്കി കുഴിച്ചാൽ ഇത് അവരുമായിട്ട് കണക്ട്, അതൊരിക്കലും മാറും. എന്തായാലും ആ ഉമ്മ ഇത് കാണുവാണെങ്കിൽ ഉമ്മ ഒരു ദിവസം ഞാനും വരുന്നുണ്ടാക്കി. നമ്മുടെ കറി കുറുകി, ഇതാണ് അതിൻ്റെ പരുവം. ഇതുണ്ട് അതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ അപ്പത്തിനകത്ത് പിച്ചി എടുക്കും. ഈ ചോറിങ്ങനെ അപ്പത്തിലൂടെ ഒഴിക്കും. ഇത് സ്വീറ്റ് ബ്രെഡിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഈ സോസ് ഇങ്ങനെ ഒഴിക്കുമ്പം അപ്പത്തിനകത്ത് ഇത് കുതിർന്നിട്ട് ഈ പഴം ഇതിൻ്റെ മേലെ കിടക്കും. എന്നിട്ട് വേറെ ഒരു കറി ആവശ്യമില്ല. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സത്യം. ഓക്കെ, നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഷെഫും ഞാനും തമ്മിലൊരു സിനിമാ ബന്ധം കൂടെ. അതെ, ഞങ്ങളൊരു സിനിമ, അക്കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിലുണ്ടായിരുന്നു. എന്റെ ആദ്യ സിനിമയാണ്. അപ്പൊ ചിന ട്രോഫി എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ. ഞങ്ങൾ പക്ഷെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. ധ്യാന്റെ ആരായിട്ടായിരുന്നു? ധ്യാന്റെ സിസ്റ്റർ ആയിട്ടായിരുന്നു. ഷെഫ് ഷൂട്ട് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അതെ, അങ്ങനെ ഒരു ബന്ധം കൂടെ നമുക്കുണ്ട്. മാത്രമല്ലാതെ വരദ നേരത്തെ പറഞ്ഞ പോലെ, അപ്പോൾ ഈ ഒരു ഡിഷ് ഒരു സ്പെഷ്യൽ ഒരു ഫെസ്റ്റീവ് ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചക്കപ്പഴം സീസൺ സമയത്ത് അല്ലെങ്കിൽ മാമ്പഴം സീസൺ സമയത്ത് ചെയ്യണം. ഏത്തപ്പഴം എന്നും ഉള്ളതാണ്. ആദ്യം തന്നെ ഈ ഏത്തപ്പഴം ചെറിയ ആയിട്ട് കട്ട് ചെയ്ത്, ഇച്ചിരി ഒരു വലിയൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്, ചക്കയും അതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. തേങ്ങാപ്പാൽ 1 പാൽ പിഴിഞ്ഞ് വയ്ക്കുക, കുറച്ച് അരിപ്പൊടി മാറ്റി വയ്ക്കുക, ഏലക്ക പൊടിച്ച് വയ്ക്കുക, ബട്ടർ, പഞ്ചസാര, ഇത്രയും സാധനം മതി. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചക്കപ്പഴം ഇടുക. അതിനുശേഷം ഒരു സൈഡ് ഒരു 2 മിനിറ്റ്സ് ഗ്രില്ല അതിൻ്റെ ഒരു കളർ ഒന്ന് മാറുന്ന സമയത്ത് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഏത്തപ്പഴം ഇടുക. അത് രണ്ടും കൂടെ ഒരു 2 മിനിറ്റ്സ് വീണ്ടും നന്നായിട്ടൊന്ന് ബട്ടറിനകത്ത് വഴറ്റിയെടുത്ത് സൈഡിലേക്ക് മാറ്റി, ലേശം ബട്ടറിനകത്ത് മധുരത്തിന് ആവശ്യം, നിങ്ങളുടെ മധുരത്തിന് ഈ പഴത്തിനൊക്കെ മധുരമുണ്ട്. അപ്പോൾ ഈ കറിക്ക് ഒരുപാട് മധുരത്തിന് ആവശ്യമില്ല. അപ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് വേണ്ട ഷുഗറും കൂടെ ഈ ബട്ടറിലൊന്ന് ഒരു 2 മിനിറ്റ് ബട്ടറിലൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അത് കാരമലൈസ് കളറാവും. അതിനെ മിക്സ് മാച്ച് ചെയ്തിട്ട് അതിനകത്തേക്ക് ലേശം ഏലക്കാപ്പൊടി ഇടുക. എന്നിട്ട് നല്ല കട്ടിയുള്ള 1 പാലിലേക്ക് കുറച്ച് അരിപ്പൊടി പുട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടി വീട്ടിലുള്ളത് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് കുറുക്കിത് ഈ പരുവത്തിലെടുത്ത് കഴിഞ്ഞാൽ ഈ ഏത്തക്ക കുതപ്പിച്ചാവും. ഇത് അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ ഉഗ്രൻ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. പ്ലീസ്. സന്തോഷം. കാണുന്ന പോലെ ഇത് എല്ലാം കഴിഞ്ഞു വരുമ്പോ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ വിചാരിക്കും ഇത് ഏത്തപ്പഴമാണ്, ചക്കയാണ്, അപ്പൊ അതിന്റെയൊക്കെ സ്വാദ് നമ്മൾ പക്ഷെ ഇത് ആ ബട്ടറിനകത്ത് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഇൻഗ്രീഡിയൻറ്റിനെ ബട്ടറിനകത്തിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് ഷുഗറും കാരമലൈസ് ചെയ്ത് 3 കൂടെ ചേർന്ന് യോജിച്ച് വരുമ്പം ഇതിൻ്റെ ഒരു സ്വാഭാവികമായ ടേസ്റ്റിൻ്റെ കൂടെ ഈ ഒരു വെണ്ണ, പഞ്ചസാരയുടെ ഒക്കെ എല്ലാ രുചിയും, അതിനകത്ത് ഏലക്കാപ്പൊടി മാത്രമാണ്, വേറെ ഒരു സ്പൈസ് ഒന്നുമില്ല. ചെറിയ ഏലക്കാപ്പൊടിയുടെ ഒരു സ്വാദൊക്കെ കയറി, പിന്നെ അരിപ്പൊടിയും തേങ്ങാപ്പാലും ആകുമ്പോൾ കുറുകുമ്പോൾ ഇതൊരു പ്രത്യേക വേറെ തരം സ്വാദിലേക്ക് എത്തും. സാധാരണ ഒരു തേങ്ങാപ്പാലാണ്, സ്റ്റൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഉള്ളൊരു സ്വാദ്. പക്ഷേ അതിനകത്ത് അരിപ്പൊടിയും കൂടെ ചേരുമ്പോഴാണ് ഇത് ആ കുറുകി നമുക്ക് അപ്പമായിട്ട് കഴിക്കുമ്പം
നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരു അമേസിംഗ് ആയിട്ടുള്ള dish ആണ്. ട്രൈ ചെയ്യണം. വളരെ സിമ്പിൾ, 5 ഇൻഗ്രീഡിയൻസ് 5 മിനിറ്റ്. ആർക്കാണില്ല, ഒരു മടിയും പറയേണ്ട കാര്യമില്ല. ഏറ്റവും മടിയുള്ള ആള് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. വരദ, ഈ ഒരു ഷോയുടെ ഒരു പ്രത്യേകത, ഇതിനകത്ത് നമുക്ക് ഒരു ഗസ്റ്റ് കൂടെ വരും. സാധാരണ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഓരോ എപ്പിസോഡിലും ഓരോരുത്തരുടെ കഥകളൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഗസ്റ്റ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്തുള്ള ഷാനിദയാണ്. ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. സ്വാഗതം. ഷാനിദ, എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ. സുഖമായിട്ടിരിക്കുന്നു. സാറിനെ കാണാമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സത്യം ഞാനിങ്ങനെ വണ്ടടിച്ചിരിക്കുക, എന്താ ചോദിക്കുക, എന്താ പറയണ്ടേന്ന്. സത്യമല്ല, ഒന്നും മൈൻഡിലില്ല ഇപ്പോൾ. അതൊന്നും കുഴപ്പമില്ല. അതായത് നമ്മുടെ പ്രേക്ഷകരെല്ലാം കാണും. ഇത് ബാലരാമപുരം, നമ്മുടെ കൈത്തറിയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ബാലരാമപുരത്ത് നിന്ന് വന്നതാണ്, തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ കാണണമെന്ന് പറഞ്ഞു വന്നു. ഈ ഒരു ഷോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതിനകത്ത് കുട്ടികളെന്നോ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് നിങ്ങളെ എവിടെ നിന്നൊന്നുമില്ല. ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ നമ്മുടെ ഷോയ്ക്കകത്ത് വരിക. അതിനകത്ത് അവരുടെ കഥകളുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഡെയിലി നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അതിനകത്ത് വന്ന ഒരാളാണ് ഷാനിദയെ കാണാൻ. ഷാനിദ എന്ത് ചെയ്യുന്നു, പറയൂ. ഞാൻ ഹോം ബേക്കറാണ്. 6 വർഷം കൊണ്ട് ബേക്കിംഗ് ഫീൽഡിലാണ്. എവിടെയാണ് പഠിച്ചത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതാ, ട്രിവാൻഡ്രത്ത്. അങ്ങനെ എന്നാലും ഇപ്പോഴും പഠിച്ചു, ഓരോരോ കോഴ്സ് ബേക്കറി പേസ്ട്രിയിൽ ഡേ ടു ഡേയിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സും വരുന്ന ഒരു മേഖലയാണ്. ആളുകൾക്ക് ഈ ബ്രെഡ് പേസ്ട്രി ഇങ്ങനെയുള്ള ഇതിൽ ഭയങ്കര ഇഷ്ടമാണ്. ലോകം മുഴുവൻ, ഇത് കേരളത്തിൽ നിന്നല്ല, ലോകം മുഴുവൻ ആളുകൾ ഇതിനെ കൂട്ടിക്കും. അപ്പൊ എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മേഖലയിലാണ്. അതെ, നമ്മൾ ഒന്ന് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വന്നു. പക്ഷെ എങ്ങനെയാണ് ഇതിലേക്ക് ബേക്കിംഗ് തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? കാരണം കുക്കിംഗ് നേരത്തെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കുക്ക് ചെയ്യും, കുഞ്ഞായിട്ട് കുക്ക് ചെയ്യും. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ബേക്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. പക്ഷെ അധികം ഫ്ലോപ്പായി പോകാറുണ്ട്. പക്ഷെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. അധികം ഫ്ലോപ്പായി പോയാലും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു വീണ്ടും വീണ്ടും. പക്ഷെ എല്ലാം സക്സസ് ആയി. എന്ത് ബ്രാൻഡിലാണ് ചെയ്യുന്നത് ഇപ്പൊ? ഞാൻ സ്വീറ്റ് ബോക്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, അങ്ങനെ അറിയുന്നത് ഇപ്പൊ. ആളുകൾക്ക് അവിടുന്ന് എങ്ങനെ ഓർഡർ ചെയ്യുന്നത്? ആളുകൾക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാൻ എല്ലാവർക്കും ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടും. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞ് അങ്ങനെ ഒരുപാട് സ്വീറ്റ് ബോക്സ്. ട്രിപ്പിൾ ലെയർ ചോക്ലേറ്റ് ബ്രൗണിയാണ് എനിക്ക് കഴിക്കുക. അത് കൂടാണ്ട് വേറെ 2 സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു ലോക്കൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇതൊരു വ്യവസായം ഉണ്ടാക്കി വലിയ ബില്യണർ ആണോ എന്നല്ല, ഒരു പാഷൻ കൊണ്ട് വന്നവരാണ്. അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ ലോക്കലി സപ്പോർട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാനും വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായി. ഇത് നമ്മളെ പീനട്ട് ബട്ടർ കുക്കിയാണ്. ഓക്കെ, പീനട്ട് ബട്ടർ കുക്കി. ഇത് റിച്ച് ചിക്കൻ മഖ്നി. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സ്വീറ്റ് ബോക്സിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് വരിക. വിളിക്കുകയാണ്, സമയമുണ്ടെങ്കിൽ ഞാൻ വന്ന് ഉദ്ഘാടനം മാത്രമേ, അല്ലെങ്കിൽ എന്തായാലും എനിക്ക് വേറൊന്നും കിട്ടാനില്ല. കാരണം സാറിനെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടു, ഈ പറഞ്ഞ വാക്കുകൾ കണ്ടതില്ല, എല്ലാം മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. സത്യം എന്ത് പറയണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇതേപോലെ ഒരുപാട് ഷാനിദമാർ നമ്മുടെ ഇടയിലുണ്ട്. ഒത്തിരി ഹോം വർക്കേഴ്സിനെ എനിക്ക് അറിയാം, അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. ഇപ്പം നിങ്ങളൊക്കെ ഈ ഒരു മേഖല, ഇത് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, അതിൽ കൂടാണ്ട് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഇതുവരെ തുടങ്ങാത്തവരൊക്കെ തുടങ്ങുക. കാരണം അതൊരു നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു കോൺഫിഡൻസും ഇല്ലേ, ഒരു സ്വന്തം ആയിട്ട് ഏൺ ചെയ്യുന്നതിലുപരി നമ്മുടെ പാഷൻ നമ്മൾ അതിനേക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, ടേസ്റ്റ് ചെയ്യാം. ഷാനിദ അടിപൊളിയായിട്ടുണ്ട്. കേക്കും ഈവൻ ബട്ടർ ചിക്കൻ്റെ സോസൊക്കെ നന്നായിട്ട്, അത് വീട്ടിലൊരു ഹോം കുക്ക് ചെയ്ത എല്ലാം അതിൻ്റെ നമുക്ക് മനസ്സിലാവും. താങ്ക് യു വരദ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ഷോയിൽ വീണ്ടും ഞങ്ങൾ കാണാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ചു, ട്രാവൽ ചെയ്തിട്ട്. ഇനി വരദ എവിടെയെങ്കിലും ലണ്ടനിലോ യൂറോപ്പിലൊക്കെ വന്നാൽ ദയവായിട്ട് കപ്പയും ചിക്കറിയും കൊടുക്കരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും കാണാൻ ഇനി അവിടെ പോയി അവിടുത്തെ ലോക്കൽ ക്വിസിനൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക. അപ്പോൾ ഷാനിദയുടെ ഈ ഒരു സ്വീറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് ഷോപ്പ് വരട്ടെ. അതുകൂടാണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങനെ ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ പിള്ള 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ കഥകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.